പേളി മാണിയുടെ ഒരു വീഡിയോ ആണ്. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ. അവർ പറയുന്നത് എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് സംസാരിക്കാതിരിക്കും. നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആവുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലായിട്ട് പൊസസീവ് ആവുക. അപ്പൊ അവനവനെ കുറിച്ച് ഒരു മതിപ്പ് കുറവ് വരുമ്പോഴാണ് ഒരു വ്യക്തിയെ നമ്മൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് ചേർത്ത് നിർത്തുക. എപ്പോഴും നീ അത് ചെയ്തില്ല, നിനക്ക് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, പരാതിയായിട്ടാണ് നമ്മൾ എപ്പോഴും പരാതികളായിട്ടാണ് നമ്മൾ പറയുന്നത്. അത് തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കും. ഈ വാശിയും ഈഗോ ഒക്കെ ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യമുണ്ട്. പൊസസീവ് ആവുന്നവർ പറയുന്നത് അവർക്ക് അവരെ കൂടുതൽ ഇഷ്ടമാണെന്നുള്ളതാണ്. പക്ഷെ അതല്ല കാരണം. അപ്പം കൂടുതൽ ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കുകയും അവർക്കൊരു സ്പേസ് കൊടുക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കുട്ടി വളരുന്ന സ്ത്രീയുടെ ഉള്ളിലാണ്. അപ്പൊ ആ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും സ്ത്രീയുടെ ബോഡിയിൽ വരും. അപ്പൊ ഇത് വരുമ്പം ഇപ്പൊ പുരുഷൻ അത് കണ്ടറിഞ്ഞ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാലും അവരുടെ ബോഡിയിൽ മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു തലത്തിൽ പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ നിജ ബെന്നിയാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പോപ്പിൻസിൽ ഇടക്കിടക്ക് നമ്മൾ കാണാറുള്ളതാണ്. ഒരുപാട് പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാറുണ്ട്, എന്താ പറയാ, ഇന്ന കാര്യം ചോദിക്കോ, ഇന്ന കാര്യം ചോദിക്കോ ഇനി അടുത്ത ഡോക്ടർ വരുമ്പോ എന്നൊക്കെ പറഞ്ഞു. അതിങ്ങനെ ഇടക്കിടക്കൊക്കെ ഞാൻ അത് പലരുടെ ആയിട്ട് കഥയായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ പൊസസീവ്നെസ് കൊണ്ടിട്ട് നമുക്ക് വൈരാഗ്യം വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അതിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ബാക്കി ഏതൊരു റിലേഷനിലാണെന്നുണ്ടെങ്കിലും ഈ പൊസസീവ്നെസ് കൊണ്ട് ഒരു വൈരാഗ്യം അവിടെ ഉടലെടുക്കുമ്പോൾ അത് പലർക്കും പല രീതിയിലാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഈ പൊസസീവ്നെസ് ഉള്ളിൽ ഉണ്ടാവുന്ന ആൾക്ക് ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കും അവരത് വൈരാഗ്യത്തിൽ പൊസസീവ് അനുഭവിക്കുന്ന ആളും പിന്നെ എങ്ങനെ ഇത് ഉടലെടുക്കുന്നു എന്നുള്ളത് അല്ലെ. ഈ പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ പൊതുവെ പൊസസീവ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ കാര്യത്തിൽ പൊസസീവ് ആണെന്നാ പറയാ അല്ലെ. പക്ഷെ ഞാൻ പറയുന്നു, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അവനവനെ തന്നെയാണ്. ഞാനിപ്പോ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് കംഫർട്ട് കിട്ടുകയും ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ആ വ്യക്തി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കും തോറും നമ്മൾ ആ വ്യക്തി നമ്മളിൽ നിന്ന് വിട്ട് വേറെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ ശരിക്കും നമ്മൾ അത്രയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മളെ കംഫർട്ട് വരുന്നവർ എന്നും നമ്മുടെ കൂടെ വേണം എന്നുള്ള നമ്മുടെ ഒരു ഇമോഷണലി ഉള്ള ഒരു ഇതുകൊണ്ടാണ് നമുക്ക് പൊസസീവ് ആവാൻ പറ്റും. അപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തിൽ എല്ലാവരും കുറച്ചൊക്കെ പൊസസീവ് ആണ്. പക്ഷെ ഈ പൊസസീവ് ആവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊസസീവ് ആവുന്നവർ പറയുന്നത് അവർക്ക് അവരെ കൂടുതൽ ഇഷ്ടമാണെന്നുള്ളതാണ്. പക്ഷെ അതല്ല കാരണം. അപ്പം കൂടുതൽ ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കുകയും അവർക്കൊരു സ്പേസ് കൊടുക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ പൊസസീവ്നെസ് കൂടുതലുള്ള ആൾക്കാര് സെൽഫ് ലവ് കൂടുതലുള്ള ആൾക്കാരാണ്. അങ്ങനെ സെൽഫ് ലവ് എന്ന് പറയുന്ന കൂടുതലുള്ള ആൾക്കാർ, സ്വാർത്ഥത കൂടുതലുള്ള ആൾക്കാർ. സ്വാർത്ഥം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സെൽഫിഷ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. അവര് സെൽഫ്ലെസ് ആവാതിരിക്കാനായിരിക്കും അവർ അത്രയും സെൽഫിഷ് ആവുന്നത്. ചിലപ്പോ ഈ ഒരു വ്യക്തി എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നല്ല ബോൾഡും മെടുക്കുമായിട്ടുള്ള ആളുകളെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കും. നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആവുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലായിട്ട് പൊസസീവ് ആവുക. അപ്പൊ അവനവനെ കുറിച്ച് ഒരു മതിപ്പ് കുറവ് വരുമ്പോഴാണ് ഒരു വ്യക്തിയെ നമ്മൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് ചേർത്ത് നിർത്തുക. അല്ലാത്ത പക്ഷം നമ്മൾ അവർക്ക് അതിന്റെ സ്പേസ് കൊടുക്കും, അവരായിട്ട് കാണാൻ നമുക്ക് പറ്റും. കാരണം അയാളിൽ നിന്ന് ഒരുപാട് അയാളുടെ ഒരു കാര്യം ഇല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ലായികയില്ല. അപ്പൊ ഞാൻ പറയാ, സെൽഫ്ലെസ് ആവാതിരിക്കും വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതൽ പൊസസീവ് ആവുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എത്ര പഠിച്ചിട്ടുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് കുറച്ചുകൂടി അവര് സ്പേസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ സ്പേസ് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും കുറച്ചെങ്കിലും സ്പേസ് കൊടുക്കാൻ ഒരു ഭൂരിഭാഗം ആണുങ്ങളും ശ്രമിക്കാറുണ്ട്. കൂടുതൽ അത് കണ്ടുവരുന്നത് പെൺകുട്ടികളിലാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പെൺകുട്ടികൾ എത്ര പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ സ്വന്തം ഭർത്താവിന്റെ കാര്യം വരുമ്പോൾ ഭയങ്കര പൊസസീവ്നെസ്. അതിപ്പം പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അത് ആണുങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് അവർക്ക് പൊസസീവ്നെസ് ആയിട്ട് മാറാറുണ്ട്. അപ്പോ ഈ ഒരു കേസിൽ എങ്ങനെയായിരിക്കും? അതിപ്പോ റിലേഷൻഷിപ്പിലും ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലും അത് വെവ്വേറെയാണ്. അത് ഒരു സ്ത്രീയും പുരുഷനെയും കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ കഴിയുമ്പോൾ അവളുടെ ഏറ്റവും വലിയ ലോകം എന്ന് പറയുന്നത് ഭർത്താവ്, മക്കള്, കുടുംബമാണ്.
ഏറ്റവും കൂടുതൽ നമ്മള്, കാരണം നമ്മളുടെ ഒരു ഉയർച്ചയും തളർച്ചയും നോക്കിക്കാണും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ പുരുഷനെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ പല ശിഖരങ്ങളിൽ ഒന്ന് മാത്രമാണ് ഫാമിലി. അതങ്ങനെയാണ് ആ മൈൻഡ് സെറ്റ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുടുംബത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങളും അവരും പൊസസീവ് ആവും. വൈഫ് ആരോടും മിണ്ടുന്ന ഇഷ്ടമല്ല, സമയത്തിന് വന്നം എന്ന് അവരും വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അമ്മയാവുന്നു, കുഞ്ഞുങ്ങളെ നർച്ചർ ചെയ്യുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ടൈം, അതായത് നമ്മുടെ എനർജി എല്ലാം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഫാമിലിയിലാണ്. അങ്ങനെ വരുമ്പം അവർക്ക് ആ കൂടെയുള്ള എല്ലാവരും ഇതിന് അതേ പ്രയോറിറ്റി തരണമെന്നും ഭയങ്കര ഒരു വാശി ഉണ്ടാവും. വാശി നമ്മുടെ ഒരു നീഡും ആയിരിക്കും അത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവര് നിങ്ങൾ എന്താ ഇപ്പൊ പോയാൽ ശരിയാവത്തില്ല, എനിക്ക് വരണം. അപ്പൊ അവര് പറയും നിനക്കും പോകാൻ പാടില്ലേ, നിനക്ക് നിന്റെ ഫ്രണ്ട്സിനോട് പോയി എനിക്ക് പ്രശ്നമില്ല എന്ന് പറയും. പക്ഷെ അവര് നോക്കുമ്പോൾ അവരുടെ കൂടുതൽ ടൈം എനർജി എല്ലാം ഇവർ ഇതിന് സ്പെൻഡ് ചെയ്യുന്നു. കുറച്ചും കൂടെ കൺസിഡറേഷൻ കിട്ടണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റിൽ തന്നെ ആ ഒരു വ്യത്യാസമുണ്ട്. ആ ലോകം എടുക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു സ്ത്രീക്ക് ലോകം കുടുംബമാണെങ്കിൽ പുരുഷന് ഞാൻ പറഞ്ഞ ആ ഒരു ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഭയങ്കര ഇമോഷണലി ഡിപ്പെൻഡന്റ് ആവുന്നത്. പക്ഷെ ഒരു ടിപ്പിക്കൽ പീരീഡ് കഴിയുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക്, ഇപ്പൊ കുട്ടികളൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ കൂടുതലും നമുക്ക് കാണാൻ പറ്റും അവരും ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇമോഷണൽ ഇന്റിമസി കുറവുള്ള കുടുംബങ്ങളിൽ അവരും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇനിഷ്യൽ പീരീഡിൽ അവരിങ്ങനെ പൊസസീവായിട്ട് ഇങ്ങനെ ബെഗ് ചെയ്ത് പുറകെ നടക്കും. ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എനർജിയും ടൈമും എല്ലാം നമ്മൾ അതിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു നീഡാണ് നമുക്ക് അതിനുള്ള ഒരു വാല്യൂ ടൈമും തിരിച്ചും കിട്ടണമെന്ന്. അത് കിട്ടാതിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഈ പൊസസീവ്നെസ് വരിക. ഇത് ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കോ, അവരുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കോ, അതോ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരേ സ്വഭാവക്കാരാണോ? അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. പണ്ടത്തെ കാലത്താണെങ്കിൽ ഒരു ടിപ്പിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതിനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, വൈഫ് കുടുംബം നർച്ചർ ചെയ്യുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കുറച്ചും കൂടെ ഇതാവുക. പക്ഷെ ഇന്ന് രണ്ടുപേരും ഈക്വലി എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു. പക്ഷെ സ്ത്രീയുടെ മനസ്സ് പഴയ കാലത്ത് ഇപ്പോഴും ചില കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ അവർക്ക് ഫ്രീഡം വേണമെന്ന് അവർ പറയുകയും മറ്റേ സെയിം ടൈം ഇവിടെ ഇരിക്കണം, എനിക്ക് പൊസസീവ്നെസ് കാണിക്കുന്ന ഒരു അവസ്ഥയും വരാറുണ്ട്. അപ്പോ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആ ഒരു പ്രസക്തിയില്ല. ആണ് പെണ്ണ് അങ്ങനെ തിരിക്കേണ്ട കാലഘട്ടം, അല്ലെ പെണ്ണ് ബലഹീനത, ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ ഹയർ ആയി. ഇപ്പം എല്ലാവർക്കും വേണ്ടത് നല്ല ലൈഫ്, ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റുക, ആവശ്യത്തിന് മണി, സുഖം, ഇതെല്ലാം എല്ലാവരുടെയും നീഡാണ്. അപ്പൊ ആ നീഡിലാണ് ഇപ്പൊ സ്ത്രീകളും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു പ്രഗ്നൻസി തന്നെ നോക്കാം, രണ്ടുപേരും ഒരുപോലെ പാരന്റ്സ് ആവുകയാണെങ്കിൽ കുട്ടി വളരുന്ന സ്ത്രീയുടെ ഉള്ളിലാണ്. അപ്പൊ ആ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും സ്ത്രീയുടെ ബോഡിയിൽ വരും. അപ്പൊ ഇത് വരുമ്പം ഇപ്പൊ പുരുഷൻ അത് കണ്ടറിഞ്ഞ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാലും അവരുടെ ബോഡിയിൽ മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു തലത്തിൽ അവർക്ക് സാരിയില്ല റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവരങ്ങ് പോയിന്ന് വരും. പക്ഷെ അത് ചിലപ്പം ഇവർക്ക് അത് അത്ര രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മള് ഇപ്പം ഡെലിവറി ആൾക്കാരുടെ അത്രയും ആ ഒരു ഇത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ സമയത്ത് സ്ത്രീകൾ ഭയങ്കരമായിട്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ കരുതുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന അതേ ഇന്റൻസിറ്റിയിൽ മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഒന്നിച്ചല്ല അച്ഛനും അമ്മയും ആവുന്നതെന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രസവ വേദന സ്ത്രീ അനുഭവിക്കുന്നത് പോലെ ഒരിക്കലും കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അത്രയും തോന്നണമെന്നില്ല. അപ്പൊ അത് തോന്നിയേ പറ്റുള്ളൂ എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. കാരണം തോന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവനവനൊരു അവയർനെസ് ഉണ്ടാവുക, അവനവനെ ടേക്ക് കെയർ ചെയ്യാനും കൂടെ തുടങ്ങുക. അപ്പം ഒരുപാട് പിന്നെ നമ്മുടെ നീഡ് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ബ്ലെയിമിങ് കൂടാതെ പറയുക. എപ്പോഴും നീ അത് ചെയ്തില്ല, നിനക്ക് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും പരാതികളായിട്ടാണ് നമ്മൾ പറയുന്നത്. അത് തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കും. പരാതിക്ക് പകരം എനിക്ക് നിന്നെ മിസ് ചെയ്യുവാണ്, നമുക്കൊന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അകത്ത് വ്യത്യാസമില്ല. നേരെ മറിച്ച് നിനക്ക് എന്റെ കൂടെ ഒന്നും ഇരിക്കാൻ നേരമില്ല, നിനക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാൻ സമയമുണ്ട്, ഞാൻ വരുമ്പോൾ മാത്രം നിനക്ക് സമയമില്ല. ഇതാണ് സ്ത്രീകളുടെ എന്നല്ല പുരുഷന്മാരും ചെയ്യുന്നുണ്ട്. ഞാൻ ജെൻഡർ വൈസ് പറയുമല്ല, എന്നാലും പൊതുവെ ഒത്തിരി പൊസസീവ് ആയിട്ടുള്ള സ്ത്രീകളുടെ കാര്യം അങ്ങനെ പറയും തോറും ഇവര് പറയും എത്ര ഇരുന്നാൽ ഈ പരാതി കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും ആഗ്രഹം നല്ല എനർജി ഉള്ളവരുടെ കൂടെ ഇരിക്കാനല്ലേ. നമുക്കാണെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുകയും താത്തി പറയുന്ന ആളുടെ കൂടെ ഇരിക്കാൻ തോന്നും. നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാരുടെ കൂടെയല്ലേ നമ്മൾ ഇരിക്കുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ പാർട്ണർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ബ്ലെയിമിംഗ് എന്നുള്ളൊരു കണ്ടന്റ് ഒഴിവാക്കി വേണം പറയാൻ. ഞാൻ പറയും നാവിൽ തേൻ പുരട്ടി സംസാരിക്കണം. എല്ലാവരുടെയും വിചാരം ഹൃദയത്തിൽ മതി സ്നേഹം. നാവില് ഇപ്പൊ
കുറച്ചായാലും കുഴപ്പമില്ലെന്ന് ആൾക്കാർ പറയാം. ഇപ്പൊ കുട്ടിയോട് സ്നേഹമുണ്ട് ഒരു അമ്മയ്ക്ക് ഭയങ്കരമായിട്ട്, നിന്നെ കൊണ്ട് ഞാൻ മടുത്തു എന്നായിരിക്കും നാവിൽ നിന്ന് പറയണേ. ആ മടുപ്പെന്ന് പറയാൻ തന്നെ കാരണം ഉള്ളിൽ ഈ കൊച്ചൊന്നും ശരിയാവുന്നില്ലെന്നോ പെയിനാണ്. പക്ഷെ അമ്മയ്ക്ക് എന്ത് ഇഷ്ടാന്നറിയോ മോനെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു അമ്മയോട് കുട്ടിക്ക് വരുന്ന സ്നേഹം വ്യത്യാസമല്ലേ. അപ്പൊ ഞാൻ പറയുന്നു, ചങ്കിലാണ് ഏറ്റവും കൂടുതൽ തേൻ പുരട്ടി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പോലും അത്രയും സ്വീറ്റ് ആയിട്ട് പറഞ്ഞാൽ ആളുകൾക്ക് എഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഇപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, പേളിമാണിയുടെ ഒരു വീഡിയോ ആണ്. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ. അവർ പറയുന്നത് എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് സംസാരിക്കാതിരിക്കും. ഈ 30 മിനിറ്റിലാണ് നമ്മുടെ വായിലുള്ള കാര്യങ്ങൾ, അത് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വായിൽ കൂടെ പുറത്തേക്ക് വരുന്നത്. അത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് ഒക്കെ സെറ്റ് ആവും. ആ സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ആ വാക്കുകൾക്ക് കാഠിന്യം കുറഞ്ഞു വരും. ഇത് എത്രത്തോളം വർക്കാവും നമ്മുടെ ഒരു ഫാമിലി ലൈഫിലൊക്കെ? അത് ഫാമിലി തെറാപ്പി ആയിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു തെറാപ്പി തന്നെ ഉണ്ട്, സ്ട്രാറ്റജിക് ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത്. ആ തെറാപ്പി നമ്മൾ ചെയ്യുമ്പോൾ കുറെ പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ കൊടുക്കും. ഓരോ കുടുംബത്തെ പഠിച്ച് അവർക്ക് പുതിയ സ്ട്രാറ്റജീസ് കൊടുക്കും. അതായത് ഞാനിപ്പം ഓരോ കേസുകൾ ക്ലയൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈറ്റിംഗ് ടൈം ഞാൻ സെറ്റ് ചെയ്ത് തരാം. നൈറ്റ് ഇപ്പം രണ്ടുപേരും വരുന്ന ഒരു സമയം, അത്യാവശ്യം ജോലി കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് പരാതി പറയാനായിട്ടുള്ള ഒരു ടൈം 8 to 9 ആണ് എന്നൊരു മണിക്കൂർ സെറ്റ് ചെയ്യും. അപ്പൊ അതിന് മുമ്പ് എപ്പൊ പരാതി പറയാൻ തോന്നിയാലും പറയരുത്. അതൊരു റൂളായിട്ട് വെച്ചു കൊടുക്കുന്ന ആൾ. ആദ്യത്തെ കുറെ നാൾ നമ്മളതൊരു റൂളായിട്ട് വെച്ചു കൊടുക്കും. പക്ഷെ ഗ്രാജുവലി അവർ അങ്ങനെ ആവും. ഓക്കെ 2 പറയണം, ഓക്കെ ഇപ്പൊ ക്ലോക്കിൽ സമയമായിട്ടില്ല, ഓക്കെ അതിലേക്ക് നമ്മൾ ബ്രെയിനിനെ കണക്ട് ചെയ്ത് ചിന്തിപ്പിക്കുവാണ്. പക്ഷെ അങ്ങനെ ഒരു ടൈം സോൺ വെച്ചു കൊടുക്കുന്ന കേസസ് ഉണ്ട്. പക്ഷെ അത് ഭയങ്കര സക്സസ് ആണ്. ഈ ടൈം പീരീഡിൽ അത് ഫോളോ ചെയ്തിട്ട് വരുമ്പോൾ അവരുടെ വഴക്കിന്റെ ഇന്റൻസിറ്റി കുറയും ഭയങ്കരമായിട്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. ശരിയാണ്, നമ്മൾ അപ്പൊ ദേഷ്യം വരുമ്പോൾ അപ്പൊ തന്നെ പറയുമ്പോൾ നമ്മുടെ ഇമോഷനെ സംസാരിക്കുന്നത്, നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യമല്ല സംസാരിക്കുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളും ഒക്കെ ഇത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നാവിൽ തേൻ പുരട്ടണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാർട്ണറെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത്. നമ്മൾ ഭയങ്കര ഡോമിനന്റ് ആയിട്ടും ദേഷ്യത്തോടെയും കുറ്റപ്പെടുത്തി സംസാരിച്ച ആ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. അതിന് പകരം അപ്രിസിയേഷൻ, അത് രണ്ടുപേർക്കും, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും, അല്ലെങ്കിൽ വിലമതിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ പങ്കാളിക്ക് കിട്ടണം. അതായത് നമ്മളിപ്പോ ഒരു അപ്രിഷിയേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ തിരിച്ചതുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണിക്കാൻ തോന്നില്ലല്ലോ എന്ന് പറയുന്നിടത്താണ് പിന്നെ നമ്മൾ ഈ വാശി, ഈഗോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെയാണ് വരുന്നത്. അപ്പോ ഇത് ഈ വാശിയും ഈഗോ ഒക്കെ വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം വേണ്ട, ഞാൻ ഇനി ഒന്നിനുമില്ല, അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ, പറയാം എന്നുള്ള രീതിയിൽ ലൈനിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരോടാണ് ഈ വാശിയും ഈഗോ ഒക്കെ ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യമുണ്ട്. വാശി ഈഗോയും നമ്മൾ ആവശ്യകത ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ അകത്ത് എന്താണെന്നറിയോ, നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് കരുതുന്നു, മറ്റാൾ നമ്മളെ തീരെ കരുതുന്നില്ല എന്ന്. ഈ കരുതുന്ന ആളുടെ ഒരു ചിന്ത, അയാൾ ബലഹീന ആയ വ്യക്തി ആയതുകൊണ്ടാണ് ഈ കരുതാൻ പറ്റുന്നതെന്ന്. മറ്റേ ആൾക്ക് അങ്ങനെയല്ല, അയാൾക്ക് ഇച്ചിരി പവർ കൂടുതലാണ് നമ്മുടെ ചിന്ത. ആ ചിന്തയിലാണ് ഞാൻ പറയുന്നത്. ഈ ഫോർഗീവ്നെസ് ആയിക്കോട്ടെ, ഒരാളോട് നന്നായിട്ട് പെരുമാറാൻ ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഒരു കഴിവ് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഒരാളിപ്പോ പങ്കാളിയെ കുറ്റപ്പെടുത്താതെ സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു മാരീഡ് റിലേഷൻഷിപ്പിന് വേണ്ടി ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് ഞാനെന്ന് ഒരു വ്യക്തി അവനവന് ഡെഫിനേഷൻ കൊടുക്കണം. നേരെ മറിച്ച് അവനവന് കൊടുക്കുവാണ്, കണ്ടോ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അയാൾക്ക് തന്നെ ഒരു വിലയില്ല, അപ്പം ഞാൻ എന്താ വെറും ഒരു കഴിവില്ലാത്ത ആള് എന്ന് നമുക്ക് ഡെഫിനിഷൻ കൊടുക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ അത് വഴക്കും ഈഗോയും ഒക്കെ ആയി മാറുന്നത്. അപ്പം നമുക്കൊരു നല്ല ക്യാരക്ടറോ അല്ലെങ്കിൽ നല്ല രീതികളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവായിട്ട് തന്നെ കാണണം എന്ന് ഞാൻ പറയും. അതായത് ഇപ്പൊ ഒരു നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്വാളിറ്റിയാ. അത് ചിലപ്പോ ഒരാൾക്ക് ഇല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജീവിച്ച് അയാളിലേക്ക് അത് എത്തും. പക്ഷെ അത്രയും നാൾ ആ എനർജിയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എനർജി നമുക്ക് നിൽക്കാൻ പറ്റണം. അങ്ങനെ എനർജി നിൽക്കണമെങ്കിൽ ഇതെന്റെ കഴിവാണെന്ന് തന്നെ ഞാൻ ചിന്തിക്കണം. അപ്പൊ നമുക്കൊരു ഓരോ പൊസിഷൻ കിട്ടുമ്പോഴും നമ്മുടെ കഴിവ് കൊണ്ടാന്ന് ചിന്തിക്കുന്നോണ്ടല്ലേ ആ പൊസിഷന്റെ ഭാരം മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റുക. അല്ലേ അയ്യോ എന്നെ വെറുതെ അവർ കൊണ്ടുവന്ന് പെടുത്തിന്ന് ചിന്തിച്ചാൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഈ സെയിം കാര്യം തന്നെ
തന്നെയാണ് മാരീഡ് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത്. ഈ പലപ്പോഴും ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് ആശ്വസിപ്പിക്കാൻ അറിയില്ല. അതായത് ആശ്വസിപ്പിക്കാൻ അറിയില്ല, ലൈക്ക് അങ്ങനെ പറയുന്നത് അവരുടെ ക്യാരക്ടർ ആയിരിക്കാം. മേ ബി എന്ത് പറയണം അവിടെ, അത് എന്ത് പറഞ്ഞാലാണ് അവര് ക്യൂർ ആവുക എന്നുള്ളത് അറിയില്ലാത്തത്, അത് ക്യാരക്ടറിന്റെ ആയിരിക്കാം. പക്ഷെ അത് ആ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഇല്ല, മേ ബി അയാൾ അത് പറയുന്നത് ഒന്ന് അയാൾക്ക് അറിവുണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നന്നായിട്ട് സ്വിം ചെയ്യാൻ അറിയുന്നവരും ഉണ്ട്, നീന്തൽ അറിയാത്തവരും ഉണ്ട്. ഒരാൾക്ക് ഒരാളെ നന്നായി ആശ്വസിപ്പിക്കാൻ കഴിവുണ്ട്, മറ്റേയാൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മ തന്നെയാണത്. പക്ഷെ അയാൾക്ക് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം. പക്ഷെ ഇറ്റ്സ് ടേക്ക് സം ടൈം എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഇപ്പൊ ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് സമാധാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നത് നമ്മളുടെ ഒരു ചിന്ത. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള എല്ലാ കാര്യവും മറ്റുള്ളവർക്കും കംഫർട്ടാണ്. അല്ലെ, ഇപ്പൊ നമുക്കൊരു ഫാൻ ഇടുവാണ്, ഈ തണുപ്പ് എനിക്ക് ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആവണല്ലോ. അല്ലെ, എനിക്ക് ഈ തണുപ്പ് പറ്റണമെന്ന് പറഞ്ഞാൽ ഇത് എവിടുന്ന് വന്നു, ഈ തണുപ്പിന് ഇപ്പൊ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചായക്ക് മധുരം കൂടി പോയെന്ന് പറഞ്ഞാൽ ഈ മധുരത്തിന് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് അത് പറ്റാത്ത ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഗസ്റ്റ് വരുമ്പോ പേടിയുള്ള സ്ത്രീകളുണ്ട്, അയ്യോ എന്ത് ചെയ്യും. ചില ആൾക്കാർ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഭംഗിയായിട്ട് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ പറയും, ഇതെന്താ ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യാൻ പറ്റാത്തതെന്ന്. പക്ഷെ അത് കഴിവില്ല, പക്ഷെ അവര് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലാണ് ചിലർക്ക് ചിലത് പറ്റുള്ളൂ. പക്ഷെ ഡെവലപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കണം. അപ്പൊ അത് ഓക്കെ ആയിട്ട് പോയാൽ മതി എന്ന് നമ്മൾ അങ്ങ് കരുതുവാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പീരീഡ് വരെ നമ്മൾ അവരോട് അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അവരെ അതിന് സപ്പോർട്ടായിട്ടില്ല. ഇപ്പൊ അവര് നമ്മളൊക്കെ എന്തെങ്കിലും സപ്പോർട്ട് തന്നാൽ, നിങ്ങൾ അന്ന് തന്ന സപ്പോർട്ട് എനിക്ക് ഒത്തിരി സഹായമായെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആ മാനറിസംസ് അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ തോന്നും. നേരെ മറിച്ച് നിങ്ങളെന്താ എനിക്ക് തന്നിട്ടുള്ളത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആ മാനറിസംസ് വീണ്ടും കുറയാൻ തന്നെ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് എനിക്കിതൊന്നും അറിയില്ല, അപ്പൊ അത് കോൺഫ്ലിക്റ്റ് തന്നെ ആ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഇപ്പൊ ഫാമിലി ലൈഫിലായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ, ഇപ്പൊ വർക്ക് സ്പേസിലാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഇതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താ പറയാ ക്രിറ്റിസിസം നേരിടുന്ന കുറെ കുട്ടികളുണ്ടാവും, പെൺകുട്ടികൾ. ഞാൻ പെൺകുട്ടികളിൽ നിന്ന് തന്നെ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യത്തില് ഒരു ജെൻഡർ ഈക്വാലിറ്റി ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരുപാട് പഴിവാക്കുകൾ കേൾക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ അവരുടെ മുന്നോട്ടുള്ള ലൈഫിനെയും ഒരുപാട് ബാധിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുക? കാരണം അത് ഭയങ്കര പാടാണ്. അതിനൊരു ഇന്നൊരു ടൈം കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. ചിലപ്പോൾ കുറെ നാളുകളെടുത്തായിരിക്കും അത് ക്യൂർ ആവുക. പക്ഷെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആൾക്കാർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കാര്യത്തിൽ അവര് ഓക്കെ ആക്കാൻ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്കൊരു ലീഡർഷിപ്പിലോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ആ ഒരു യുദ്ധത്തിന് ഞാൻ ഇറങ്ങി പുറപ്പെടും. യുദ്ധം എന്ന് തന്നെ ഞാൻ പറയും. യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുവാണെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോർമലി ഒരു ബാറ്റിലിന് മുമ്പേ എന്തൊക്കെ തരത്തിലുള്ള എനിക്കെതിരെ വരാവുന്ന ആയുധങ്ങളുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാവണം. അല്ലെങ്കിൽ ആരുടെ നേരെയാണ് ഞാൻ കോമ്പറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ഒരു മെൻസ് വേൾഡിലോട്ടാണോ ഞാൻ ഇറങ്ങുന്നത്? അവിടെ ഞാൻ ഒരൊറ്റ പെണ്ണാണോ ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ ഇത്രമാത്രം എക്യുപ്ഡ് ആക്കിയിട്ട് വേണം ഇറങ്ങാൻ എന്നുള്ളൊരു ബോധം എനിക്ക് വേണം. അതിനുള്ള കാര്യങ്ങൾ ഞാൻ എന്നിലേക്ക് ഫില്ല് ചെയ്തിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളൊരു ബാറ്റിൽ വരും, അത് നമ്മൾ നിസ്സഹായതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ബലഹീനയാണ്, ഞാനൊരു പെണ്ണാണ് എന്ന് ചിന്തിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പെണ്ണാണെന്നുള്ള യാതൊരുവിധ കൺസിഡറേഷൻ നമുക്ക് എവിടെയും കിട്ടില്ല. നമ്മുടെ ഗ്രോത്ത് ലാഡറിൽ മാത്രം അത് കിട്ടുള്ളൂ. ഒരു വിമൻ ആയതുകൊണ്ട് നിനക്ക് ഇതെല്ലാം കൂടെ ഫാമിലി ഉണ്ട്. മിക്ക ക്ലയൻസും പറയാറുണ്ട്, ഓക്കെ ഒരു പ്രൊമോഷൻ വരുമ്പോൾ ഞാൻ വിമൻ ആണ്, എനിക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രൊമോഷൻ തരുന്നില്ല. അല്ലെങ്കിൽ മറ്റേ എന്റെ കൂടെയുള്ള മെൻ കൊളീഗ്സിന് കിട്ടുന്ന പോലെ എനിക്ക് ഗ്രോത്ത് ലാഡറിലോട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ ആ ഒരു തിരിവ് ഇപ്പോഴും ഉണ്ട്. അത് പറയാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം ആദ്യം. നമുക്കത് നന്നായി തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടെന്ന്. ഈ പ്രൂവ് ചെയ്യാനും നമുക്കൊരു സ്പേസ് വേണമല്ലോ. തീർച്ചയായിട്ടും സ്പേസ് വേണം. ആ സ്പേസ് എനിക്ക് ഉണ്ടെന്നും ഞാൻ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് എടുക്കാനായിട്ടുള്ള ഒരു പവർ എനിക്കുള്ള വ്യക്തിയാണെന്ന് നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് പറയാൻ തുടങ്ങും. ചേഞ്ച് യുവർ ഐഡന്റിറ്റി. ഞാനൊരു പെണ്ണാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഉത്തരവാദിത്തം നമ്മൾ തന്നെ അറിയാതെ പറയും.
സാർ ഞാൻ ലേറ്റ് ആയത് എന്റെ കുട്ടിക്ക് പാടില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എനിക്ക് ജോലികൾ ഉണ്ടായിരുന്നു, ചെയ്തു തീർത്തിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. നമ്മൾ ഈ സ്പേസ് എന്ന് പറഞ്ഞ് കാണുന്നത് എന്റെ ആ കണ്ടീഷൻസ് എല്ലാവരും മനസ്സിലാക്കി എനിക്ക് ആ ലാഡർ ഇട്ട് തരണം എന്നാ. അതാണ് എല്ലാ മനുഷ്യരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു നീഡ്. ശരിയാണ്, നോർമൽ രീതി ചിന്തിച്ചാൽ ശരിയാണ്. പക്ഷെ നമ്മുടെ കണ്ടീഷൻസ് മനസ്സിലാക്കി നമ്മൾ ഉയർത്താൻ ആരും വരില്ല. നമ്മള് ഒരു സ്ഥലത്തേക്ക് യുദ്ധത്തിന്, ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ബോക്സിംഗ് കോമ്പറ്റീഷൻ ഇറങ്ങുന്ന മെന്നാണോ വിമൻ ആണോ എന്നൊന്നും വ്യത്യാസമില്ല. രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ കോമ്പറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്ത്രീകൾക്ക് ഒരു നിയമം, പുരുഷന്മാർക്ക് ഒരു നിയമം എന്ന് പറഞ്ഞ് ഇടുന്നത് വളരെ കുറവാണ്. അതിപ്പോ കോർപ്പറേറ്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ലാഡറിൽ ആരാണോ സിഇഒ അവരുടെ ആ പൊളിറ്റിക്സ് ഉണ്ടാവും. അവിടെ അതിൽ നേരിടാനായിട്ടുള്ള ഒരു പവർ വേണം. അതല്ലേ നമുക്കിപ്പോ ഇന്ദിരാഗാന്ധി മെൻ അത്രയും അടക്കി വാണിരുന്ന സമയത്ത് പ്രധാനമന്ത്രിയായത്. അതെങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് മിണ്ടാത്ത പാവക്കുട്ടീന്നായിരുന്നു ഇന്ദിരാഗാന്ധിനെ ചെറുപ്പത്തിൽ സംബോധന ചെയ്തിരുന്നത്. അത്ര പോലും സംസാരിക്കില്ലാത്ത വ്യക്തി എങ്ങനെ പ്രധാനമന്ത്രിയായി? അവരിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവണം, അല്ലെ? അതുകൊണ്ട് മാത്രമാണ് അവിടെ നിലനിൽക്കാൻ പറ്റുന്നത്. അങ്ങനെ നിലനിൽക്കണം എന്ന് വന്ന ആളുകൾക്ക് നിലനിൽക്കാൻ പറ്റിയിട്ടില്ലേ? ഞാൻ പറയുന്നു, ഇനി ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ഒട്ടുമിക്ക ലീഡർഷിപ്പ് ഇതിലും വരുന്നത് വിമൻ ആയിരിക്കും. കാരണം അതിനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ ഒരു ഒൺലി തിങ്, നമ്മളൊരു ബലഹീനരാണ്, ഞാനൊരു പെണ്ണാണ്, എനിക്ക് ഇന്ന അവകാശം വേണം എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ തന്നെ നമ്മളെ അങ്ങനെ തരംതിരിക്കുന്നുണ്ട്. ആ ഒരു സാധനം നമ്മൾ അവിടെ അങ്ങ് കട്ട് ഓഫ് ചെയ്യണം. ഓക്കെ, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. കാരണം പെണ്ണാണെന്ന് മാത്രമല്ല, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനും അതിൻ്റെതായിട്ടുള്ള അവർക്ക് നിയമാവകാശങ്ങളും കാര്യങ്ങളും എല്ലാം അവരും സമൂഹത്തിൽ പല കാര്യങ്ങളിലും മുന്നോട്ട് ഇറങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ തന്നെ മെയിൽ, ഫീമെയിൽ, ഓർ ട്രാൻസ്ജെൻഡർ, അതർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മള് അല്ലെ കോളം വരിക. അപ്പൊ തന്നെ എല്ലാവരും മനുഷ്യന്മാരാണെന്ന് കാണുന്ന തരത്തിലോട്ട് നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെ? അപ്പൊ മനുഷ്യനാണ്. സോ സ്ത്രീ ആവുമ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള ചെറിയ ഇതുണ്ടാവും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതിനെ എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അപ്പൊ എനിക്ക് ലീഡർ ആവണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എന്റെയാ. എനിക്ക് ലീഡർ ആവണമെങ്കിൽ അതിനായിട്ട് ഞാൻ ഇത്ര അയൺ ഗേറ്റ് വേസ് ചാടി മുറിച്ച് കിടക്കണം. ആ ഓരോ ഗേറ്റ് വേ കിടക്കണമെങ്കിലും എനിക്ക് ഇത്രയും സ്കിൽ എന്നിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കിടക്കാൻ അനുവദിക്കുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നമ്മളെ ചവിട്ടിയിടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ പെൺകുട്ടികളുടെ ലിമിറ്റേഷൻസ് അവര് തന്നെ പറയാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ പറഞ്ഞപ്പോഴേക്കും ഇപ്പം എന്താ വൈകി വന്നത്, അത് കുട്ടീനെ സ്കൂളിലാക്കണമായിരുന്നു, അപ്പൊ അവിടെ ഇങ്ങനെ ചെയ്യണമായിരുന്നു, കുട്ടീനെ നോക്കണമായിരുന്നു, കുട്ടിക്ക് പാല് കൊടുക്കാറുണ്ട്, എനിക്ക് വേഗം പോകണം. ഇങ്ങനത്തെ ഉള്ള അവരുടെ ആവശ്യങ്ങളാണ് അവർ ഓഫ്കോഴ്സ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴേക്കും ഇവർക്ക് ഒരു ലിമിറ്റേഷനിൽ നിന്നിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്ന് ബാക്കിയുള്ളവരിലേക്ക് ബോധ്യമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവിടെ തന്നെ തെളിയല്ലേ? അതിപ്പം ഇപ്പൊ ഒരു ആണിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ലേറ്റ് ആയി വന്നത് എന്ന് വെച്ചാൽ ഒരിക്കലും പറയില്ല, എനിക്ക് വീട്ടിലെ പണികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ അതെങ്ങനെയാ ആളുകൾ ഇത് മനസ്സിലാക്കുന്നത്? ഇത് പറയാത്ത ആൾക്കാരായിരിക്കും ഇന്ന് എന്തായാലും മുന്നോട്ട് വന്ന് ഒരു നല്ലൊരു പോസ്റ്റിലിരിക്കുന്നത്. കാരണം എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അതിൽ വളരെ കുറച്ച് ആൾക്കാർ പവർഫുൾ ആയിട്ടുള്ള ടോപ്പ് ലീഡർഷിപ്പിലേക്ക് എത്തിക്കുന്ന വിമന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ ഉണ്ട്. അവരെങ്ങനെ, അവർക്കും ഫാമിലി ഉള്ളവരുണ്ട്. പിന്നെ പൊതുവെ ഒരു ചിന്താഗതി ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ പ്രശ്നമായിട്ട് ആരുമായിട്ട് ബന്ധമൊന്നും ഇല്ലാതെ മക്കളെ എല്ലാവരും വിട്ടുപോയാലേ നമുക്ക് ഗ്രോത്ത്. ഈ 2 കാറ്റഗറിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കണം, എന്നാലാണ് നമ്മൾ വളർന്നു വന്ന എല്ലാവരും പറയും നമ്മൾ ഭയങ്കര സിംഗപ്പെണ്ണാണ്, നമ്മൾ പവർഫുൾ ആണ്, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും, BJ ഇടും. അതല്ലെങ്കിൽ നമ്മളോട് പറയും ഓക്കെ ഇന്ന കാറ്റഗറികളുണ്ട്, അവൾക്ക് ഇത്ര ഗ്രോത്ത് ഉള്ളൂ. ഞാൻ പറയണെന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തെ ബ്രേക്ക് ചെയ്യണം. ആ ബാരിയറിനെയാണ് സ്ത്രീകൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ബ്രേക്ക് ചെയ്യണമെങ്കിൽ വിമൻ കേപ്പബിൾ ആണെന്ന് അവർ തന്നെ പറയാൻ തുടങ്ങണം. ഇത് നമ്മളെ വിചാരം, നമ്മൾ കേപ്പബിൾ ആണെന്ന് സൊസൈറ്റി അംഗീകരിക്കണം, മെൻ വേൾഡ് അംഗീകരിക്കണം എന്നുള്ളതാണ്. ആരും അംഗീകരിക്കേണ്ട, സ്ത്രീകൾ തന്നെ പറഞ്ഞാൽ മതി ഞാൻ കേപ്പബിൾ ആണെന്ന്. കാരണം ഇപ്പം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അറിയാമെങ്കിൽ, ഒരു കുടുംബം നന്നായി നടത്താൻ അറിയാമെങ്കിൽ, എന്റെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള പ്രാപ്തി എനിക്കുണ്ടെന്ന്. ഞാൻ പറഞ്ഞ ഒരു രാജ്യം നന്നാക്കുന്നേക്കാൾ പാടെ ഒരു നല്ല കുടുംബം കൊണ്ടു നടക്കാൻ. ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമോഷണൽ കണക്ഷൻ ഇല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മുടെ മക്കളുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇമോഷണലി അത്ര കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു നന്നായിട്ട് ഫാമിലി റൺ ചെയ്യുന്ന ഒരു വിമൻ ആണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഏത് ലെവലിലേക്ക് വരെ എത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ ഞാൻ പറഞ്ഞില്ല, ബി എ ക്യൂൻ. ഒരു രാജ്ഞി ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. അതല്ലാതെ ഒരു അടിമ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടിമയായിട്ട് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. ഓരോ സ്ത്രീകളും ഓരോ ദേവതയാണ്, ഗോഡസ് ആണെന്നാണ് ഞാൻ പറയാം. ആ ഗോഡസ് എനർജി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഞാനൊരു ദേവി അല്ലെങ്കിൽ എന്നിലൊരു ഗോഡസ് എനർജിയാണ് ഞാനുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ആ ലെവലിലായിരിക്കും. ഇപ്പൊ ഞാനൊരു വിമനാണ്, ഞാനിങ്ങനെ വന്നു കേട്ടോ, ഞാൻ രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ടാട്ടോ വന്നേ എന്നാ ഞാനിപ്പോ നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആദ്യം അതാ പറയുന്നെങ്കിൽ ശരിയാ, ഞങ്ങൾ ജനറലൈസ് ചെയ്യും, ശരിയാ എനിക്കും ഇത്രയും കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇത് ചെയ്യുന്നതെന്ന്.
അല്ലെങ്കിൽ പറയും ഓക്കെ എനിക്ക് സപ്പോർട്ടിങ് എൻവയോൺമെന്റുകൾ ഒത്തിരി ഉണ്ടെന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങൾ പറയും. പക്ഷെ ഈ സപ്പോർട്ടിങ് എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു 15 രൂപ, അതായത് 15,000 സാലറി മേടിക്കുന്ന ഒരു വിമൻ ആണ് നിങ്ങളെങ്കിലും 10,000 സാലറി കൊടുത്ത് ഒരു മെയ്ഡിനെ വെക്കണമെങ്കിൽ വെക്കണം. അതായത് ഇപ്പൊ 10,000, ഇപ്പൊ 15, അപ്പൊ 5 രൂപയെ നമുക്ക് ബാക്കി കയ്യിൽ കിട്ടുള്ളൂ. 5 രൂപ മതി. ആദ്യം 5 രൂപയായിരിക്കും, പിന്നെ അത് 20ലേക്കും 30ലേക്കും 50കളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. മറ്റേന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഓടുക എന്നുള്ളതാണ്. ഡെലിഗേഷൻ എന്നുള്ളൊരു സ്കില്ല് നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പല കാര്യങ്ങൾക്ക് ഡെലിഗേറ്റ് എന്നാലും ഉത്തരവാദിത്വം ഉണ്ടാവും. അതാ പറഞ്ഞേ, വീട്ടിലെ രാജ്ഞിയായി മാറുക. അടുക്കളക്കാരി എന്നുള്ള ആ ഒരു ലേബിള് മാറ്റിയിട്ട് വൈഫ് ആയിക്കോട്ടെ, അവരും ആ വീട്ടില് നല്ല വിലയുള്ള ഒരു വ്യക്തിയായിട്ട് അവരവര് തന്നെ കാണാൻ തുടങ്ങുക. അങ്ങനെ ഹാൻഡിൽ ചെയ്ത് എത്രയോ നല്ല മിടുക്കികളായ സ്ത്രീകളുണ്ട് അല്ലെ, പവർഫുൾ ആയിട്ട് ആ വൈഫിന്റെ റോളിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ. അപ്പൊ നമ്മളാ നമുക്ക് വാല്യൂ ഇടുന്നത്. ഇപ്പൊ സൊസൈറ്റി എന്ന് പറയുന്നത്, കാരണം മെൻ ഓൾറെഡി അടക്കി വാണിരുന്ന വേൾഡിലോട്ടാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ എലക്ഷൻ നടക്കുകയാണ്. അപ്പം എലക്ഷൻ നടക്കുമ്പോൾ ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് കൂടുതലും മെന്നായിരിക്കും മത്സരിക്കാൻ നിൽക്കുക. ഇപ്പൊ ഒരു മെന്നിന്റെ കൂടെ 2 സ്ത്രീകളുടെ പടം ഇല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? അത്രയും ഡിഫറൻസ് വന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് നോക്കിക്കഴിഞ്ഞാൽ വിമൻ തന്നെയായിരിക്കാം മുൻപന്തിയിലേക്ക് വരിക. പക്ഷെ വരുമ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ കുറെ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് ഇപ്പൊ മുന്നോട്ട് ഇറങ്ങുന്നത്. കാരണം മേ ബി ഫാമിലി ലൈഫിലും ഇതിലുമൊക്കെ അതിലും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് ഇറങ്ങണമെങ്കിൽ ഇനി എഫേർട്ട് ഇടണം. അത് നമ്മുടെ ഒരു പ്രാപ്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കുടുംബം എൻ്റെ ഒരു ബാഗേജ് ആണല്ല മനസ്സിലാക്കേണ്ടതെന്ന്. അത് നമുക്കിടെ ഒരു പ്രാപ്തിയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കണ്ടാലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പറ്റില്ല. ആ ഒരു റോളുകളെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി എനിക്കുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് വേണ്ട റെസ്റ്റും കാര്യങ്ങളും ഞാൻ എടുക്കണം. ഇത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവര് വിചാരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെ തുറന്നു പറയുന്നതിലൂടെ ആ ഒരു കൺസിഡറേഷൻ എനിക്ക് തന്നുകൊണ്ട് നിങ്ങൾ എനിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തരണം എന്നാണ് പലപ്പോഴും നമ്മൾ വിളിച്ചു പറയാം ഇതിൽ കൂടെ. അപ്പം ഈ ഒരു അഡ്വാൻറ്റേജസ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ലിമിറ്റേഷൻസ് പറഞ്ഞ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ എനിക്ക് അത് അനുവദിച്ച് തരണം എന്ന് ബെഗ് ചെയ്യല്ലേ നമ്മൾ ഇൻഡയറക്റ്റ്. അതെ, അവിടെ തന്നെ നമ്മളൊരു ക്യൂനല്ല എന്നാ ഞാൻ പറഞ്ഞത്. അത് തന്നെ കറക്റ്റ് ആണ് പറഞ്ഞത്. നമ്മള് അവിടെ ക്യൂനല്ല, നമ്മൾ ബെഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ആ വിലയല്ലേ. ഇത് ബെഗ് ചെയ്ത് നമുക്ക് ആ പൊസിഷൻ വേണോ ചെയ്യണം, നമ്മളെ അവരെ പൊസിഷനിൽ കാണുകയും ചെയ്യണം നമ്മൾ പറയാം. അപ്പൊ അത് പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മാരീഡ് ആവുന്ന ആൾക്കാർ ഒട്ടുമിക്ക വീടുകളിലും ഇപ്പൊ അതർ കൺട്രീസിലൊക്കെ വൈഫും ഹസ്ബൻഡും തന്നെ കുക്ക് ചെയ്യുന്നവർക്ക് ഒന്നിച്ച് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത്ര ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് എല്ലാവരും. അപ്പം കുറച്ച് തലമുറ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു രീതിയിലാണ് പിന്നെ നമ്മള് സ്ത്രീകൾ കുറച്ചും കൂടെ ചെയ്യുന്നത്. പക്ഷെ അതർ കൺട്രീസിലും അതെല്ലാം ഒരു കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്ന വീടുകളിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പുതിയ കൂട്ടുകുടുംബത്തിന്റെ ഇടയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ അത് നമ്മൾ സിംഗിൾ ആയിട്ട് നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുമ്പോഴേക്കും ഈ ഒരു പ്രശ്നം വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് കുക്ക് ചെയ്യുന്ന കുറച്ച് ഈക്വാലിറ്റി വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകുടുംബത്തിലാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളിപ്പം അതിനൊരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇപ്പൊ നമ്മളവിടെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ രാവിലെ ജോലിക്ക് പോകണം, അപ്പൊ വീട്ടിലുള്ളവരെല്ലാം നമുക്കായിട്ടെല്ലാം ചെയ്തു തരണം നമ്മൾ ചിന്തിക്കുന്നേക്കാൾ നമുക്ക് അവിടെ ഒരു മെയ്ഡിനെ വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം എന്നാ ഞാൻ പറയാം. അപ്പൊ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ഒരു അഭാവത്തിൽ അവിടെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്നില്ല. മെയിൻ ആയിട്ട് കുക്കിങ്, ക്ലീനിങ്, വാഷിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോ അത് കഴിയുമല്ലേ. അല്ലെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് അത് ഞാൻ ചെയ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ മനുഷ്യനല്ലേ, നമുക്കും ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു സിസ്റ്റം വയ്ക്കുക. പക്ഷെ എന്തായാലും ഒരു ഓവർലോഡ് ഉണ്ടാവും. ഇപ്പൊ IAS പഠിക്കണം എന്ന് വെച്ചാൽ സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരല്ലോ. അപ്പൊ എനിക്ക് ഗ്രോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വഴികളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഊർജ്ജമായിട്ട് കണ്ടാലാണ് എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ വിമൻ എല്ലാ രീതിയിലും ഒരു ക്യൂൻ അല്ലെങ്കിൽ ഒരു ഗോഡസ് രീതിയിൽ ചിന്തിക്കണം. അത്രയും എനർജി ഉണ്ട്. അത് മെന്നുമായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇപ്പൊ ഭൂമി ദേവി എന്നല്ലേ പറയാ. ആക്ച്വലി അതിൽ തന്നെ ആ ഒരു ഡിഫറൻസ് ഉണ്ടെന്നാ ഞാൻ പറയാം. അത്രയും ക്യാരി ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട്. ഞാൻ എപ്പോഴും പറയണ്ട, മാതാവ് ഉണ്ണീശ്വരനെ എടുത്തോണ്ട് നിൽക്കണ എത്ര നേരം ഈ കൊച്ചെന്റെ എളിയിലിരിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിലല്ല നമ്മളത് ചെയ്യുന്നത്. ഒരു 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 പ്രത്യേക ഭംഗിയാ അമ്മയുടെ മുഖത്ത്. അതുപോലെ ഏത് ദേവിമാര്, കാളി ദേവിക്ക് പോലും ആ ഒരു ഭംഗിയാ അല്ലെ. അങ്ങനെയാ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ദേവിമാരെ എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടോ? സോ ആ ഒരു ചേഞ്ചിലേക്ക് വരാം. സോ വിമൻ ആർ കേപ്പബിൾ. ആ ഒരു ക്യൂനാന്ന് കാണുക. താങ്ക് യു സോ മച്ച്.